അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്താ പറയില്ല, നമ്മുടെ കൈ വഴുതന ഇരിപ്പുണ്ട്. കുറെ നാളൊക്കെ ട്രെൻഡിങ് ആയിട്ടിരുന്ന സംഭവം കേട്ടോ ഈ വഴുതന കൊണ്ട് നമ്മൾ ചെയ്യാൻ പോണത്. സംഭവം ഈസിയാണ്, എളുപ്പമാണ്, വളരെ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ അത് ചെയ്യുന്നതിന് മുമ്പ് എന്ന് പറയുന്ന കൂട്ടുകാരെ, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ചെയ്താൽ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര വിലപ്പെട്ടതാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ ചെയ്ത് നോക്കിയാലോ. അപ്പൊ നമ്മൾ ഇതിന്റെ ഈ സാധനമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ നീളത്തിൽ എത്ര പീസാക്കാൻ പറ്റും, ഇച്ചിരി കനം വേണം കേട്ടോ. ആ കനത്തോടെ തന്നെ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാം നമ്മൾ തന്നെ അരിഞ്ഞ് ഇതേ രീതിയിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ക്രോസ് ഒരു വരയിട്ട് കൊടുക്കണം. ക്രോസ് എങ്ങനെ, എന്നിട്ട് ഞാൻ തിരിച്ച് ഇതേ കണക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ കണക്കെല്ലാം നമുക്ക് വരയിട്ടെടുക്കാം. നമ്മളെ മസാല പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിന് ഞാൻ എടുത്തിരിക്കുന്ന കാശ്മീരി പൊടിയാണ്. ഒരു 1.5 സ്പൂണോളം കാശ്മീരി പൊടി എടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകമല്ല, ഗരം മസാല, പെരിഞ്ജീരകം കൂടെ ചേർത്തുള്ള ഗരം മസാലയാണ്, അത് ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1/2 നാരങ്ങയുടെ നീര്, കുറച്ച് മല്ലിയിലയും കരിയാപ്പിലയും ചെറുതായി അരിഞ്ഞത്, കുറച്ച് എണ്ണ, ഇനി കുറച്ച് ഉപ്പ്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം, നമുക്കൊന്ന് പേസ്റ്റ് ആവാൻ വേണ്ടി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നല്ല രീതിയിൽ മസാല തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ മസാലയൊക്കെ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണേൽ ഫ്രൈ ചെയ്യാം. അപ്പോൾ അടുത്ത് നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, ചൂടായി വന്നു. ഇതിനകത്ത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് കരിയാപ്പില കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് പറയാം. ഇനി നമുക്ക് ഒന്ന് തിരിച്ചിട്ട് അടുത്ത ഭാഗം കൂടെ നോക്കി. ഇപ്പൊ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്, നമുക്ക് എടുത്ത് മാറ്റാം. ബാക്കി കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മളതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചൊന്ന് പിച്ച്, നമ്മളെ മീൻ പിച്ചെടുക്കുന്നതിന് മസാല പോലെ ചോറിനകത്തോ എന്തത്തിനു വേണ്ടി ഞെവിടിയിട്ട് കഴിക്കാം. അടിപൊളി.